പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകനും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ രാജേഷ് നാദാപുരവുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അല്ല, ഈ മതേതരത്വം വളരെ സെലക്റ്റീവായിട്ടല്ലേ അത് സെലക്റ്റീവാണ്. അതായത് ഭാരതം സ്വതന്ത്രമായപ്പോൾ ഈ പാകിസ്ഥാൻ ഉണ്ടാക്കപ്പെട്ടു. അതായത് വിഭജനം കൂടിയാണ് സ്വാതന്ത്ര്യം. ആ സമയത്ത് സെൻസറുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു, ഇനിയൊരു വിവേചനം ഭാരതത്തിൽ പാടില്ല. മുസ്ലിമിനെ രണ്ടാം തരം പൗരനാക്കാൻ എന്നല്ല പറഞ്ഞത്, ഹിന്ദുവും മുസ്ലിമും ഒറ്റ അവകാശത്തിൻ്റെ കീഴിൽ വരും. മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിച്ച് ആഗ്രഹിക്കാതെ 1,64,00,000 ഹിന്ദുക്കൾ എവിടെ ആയിപ്പോയിട്ടുണ്ട്, അന്ന് പാകിസ്ഥാനിലായിപ്പോയിട്ടുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ള ആളുകൾ പലായനം ചെയ്തു. ഈ ദുരന്ത അനുഭവങ്ങൾ മൊത്തം ഉണ്ടായ ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി ഏകദേശം 3-ാമത്തെ വർഷം ഒരു ഭരണഘടന വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ തലയിൽ സെൻസ് ഉള്ള നേതാക്കന്മാർ മൊത്തം പറഞ്ഞു, ഈ രാജ്യത്തിൽ ക്ലാസ് മുറിയിൽ മതം ചോദിക്കരുത്, മതത്തിൻ്റെ പേരിൽ ഒരവകാശവും ആനുകൂല്യം കൊടുക്കരുത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുണ്ടെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില സംഭരണങ്ങളൊക്കെ കൊടുക്കാം, പക്ഷേ മതത്തിൻ്റെ പേരിൽ വിഭജനം പാടില്ല. പക്ഷേ നെഹ്റുവും ആ കുടുംബവും നമ്മളോട് ആ ദ്രോഹം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നെഹ്റുജി ചെയ്ത ആ ദ്രോഹം ഇന്ന് രാഹുൽ ഗാന്ധിയിലൂടെ തുടരുന്നെന്ന് മാത്രം. അത് പഠിക്കുമ്പോഴാണ് നമ്മൾ നെഹ്റുജി ചാച്ചാജി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിക്കുക എന്നല്ലാതെ പഠിക്കുമ്പോഴാണ് നമ്മളോട് ഇപ്പോൾ വഖഫ് ആരാ കാരണക്കാരൻ? മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഭൂമി സർക്കാർ പിടിച്ചു കെട്ടണ്ടേ? അത് ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല, നമുക്ക് പറയണ്ട. മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങി അവിടെ അങ്ങോട്ട് പോയപ്പോൾ ഇന്ന് കാണുന്ന പഞ്ചാബിലും ബംഗാളിലൊക്കെയുള്ള, ബംഗാളിൻ്റെ പകുതിയും പഞ്ചാബിൻ്റെ പകുതിയാണല്ലോ പാകിസ്ഥാനായി മാറിയത്. അപ്പോൾ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കണ്ടേ, എന്നിട്ട് രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കണ്ടേ? പകരം അത് 54 വഖഫ് ബോർഡുണ്ടാക്കി മുസ്ലിങ്ങളുടെ ഭൂമി 1 ഇഞ്ച് പോലും മറ്റൊരാൾക്കും പറ്റില്ല, മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് അന്ന് 6 ലക്ഷത്തോളം ഏക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് വഖഫാക്കി കൊടുത്തു. പിന്നീട് ഇവന്മാർ അധികാരം കൊടുത്തു. പിന്നീട് ഹിന്ദുവിൻ്റെ ക്രിസ്ത്യാനിയുടെ ഒക്കെ ഭൂമി തട്ടിപ്പറിച്ച് ഇപ്പോൾ 9.5 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫിന് സ്വന്തമായിട്ടുള്ളത്. അതിൽ 3-3.5 ലക്ഷം കള്ള ഭൂമിയാണ്. അത് നമ്മുടെ ഡിജിറ്റൽ സർവേ വരുമ്പോൾ ഇതിലെ നിയമങ്ങളിൽ ഒരു 10ാമത്തെ ഭേദഗതിയാണെന്ന് തോന്നുന്നു, എല്ലാം ഡിജിറ്റൽ സർവേയിലേക്ക് വരുന്നു. അതിന് പ്രത്യേക ഒരു സംവിധാനങ്ങൾ വരുന്നു. ഈ വഖഫിൻ്റെ ഭൂമി ഇസ്ലാമിൻ്റെ ക്ഷേമത്തിന് ഉപയോഗിക്കണം. ഇതൊരു 10-22 പേരിങ്ങനെ തിന്നു മുടിക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് പദ്ധതിയിലൂടെ ഈ രാജ്യത്ത് ഡിജിറ്റൽ സർവേ വന്നുകൊണ്ട് ഇപ്പോൾ ഏകദേശം സ്ഥലത്തിൻ്റെ ധാരണ വന്നല്ലോ. അങ്ങനെയാണല്ലോ ഭൂമാഫിയ ഇല്ലാതായത്. ഡിജിറ്റൽ സർവേ വന്നു, ബാങ്ക് മേഖലയൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടു. നോട്ട് നിരോധനത്തെ തുടർന്ന് ഇനിയിപ്പോൾ 500 നോട്ടിൻ്റെ ആയുസ് എനിക്ക് തോന്നുന്നു 1 വർഷം കൂടിയാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് വരുന്നു. രാജ്യം അതിൻ്റെ പക്കാ വിശുദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുള്ള നാടല്ലേ ഇത്? 900 പാർട്ടികളുണ്ട്, നാട്ടിലെ ഒരുപാട് മതങ്ങളുണ്ട്, മതസംഘർഷങ്ങളുണ്ട്, ഒക്കെയുള്ള വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഉണ്ട്. എന്നിട്ടും ഈ ഭാരതത്തിൽ എന്താ പ്രശ്നമുള്ള അനിൽജി? പാകിസ്ഥാനിൽ നടക്കുന്നതിൻ്റെ 1000-ൽ1 കൊലപാതക പരമ്പര ഇവിടെ നടക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ ചോദിച്ചു വാങ്ങിയ വിശുദ്ധ ഭൂമിയിൽ ഒരു വർഷം ശരാശരി 20,000 മുസ്ലിങ്ങളാണ് മരിക്കുന്നു. ഷിയ മുസ്ലിങ്ങളെ സുന്നികളും സുന്നികളെ ഷിയാകളും. 2015 ശേഷം റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു വർഗീയ ലഹളയും ഭാരതത്തിൽ നടന്നു. 2019 പൗരത്വ ഭേദഗതിയോടനുബന്ധിച്ച് നടന്ന ഒരു വർഗീയ ലഹളയെ മാറ്റുന്നത്, വർഗീയ ലഹളയല്ല, അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കലാപ, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയ കലാപ ഡൽഹിയിൽ. അത് മാറ്റി നിർത്തിയാൽ എന്ത് പ്രശ്നം ഇവിടെ നടന്നു? ചുമ്മാ അങ്ങോട്ട് പറയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ല. എന്താ പ്രശ്നം നമ്മുടെ നാട്ടിൽ? ഭൂരിപക്ഷം നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അവർക്ക് ഭയമൊന്നുമില്ല. പക്ഷേ ഈ എപ്പോഴും അവരെ ഭയപ്പാടിൽ ഇങ്ങനെ നിർത്തുകയാണ്. അങ്ങനെ നിർത്തുകയാണെങ്കിൽ മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലേ, ഇവിടെ ഇടത് വലത് മുന്നണികൾ മാറി മാറി വരുന്നത്, അങ്ങനെ ഒരു വിഭാഗത്തെ എപ്പോഴും നിങ്ങൾ അരക്ഷിതരാണ് എന്ന ഒരു ബോധം അവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അല്ലേ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ? എമ്പുരാനൊരു ഉദാഹരണമാണ്. 23 വർഷം മുമ്പ് നിർഭാഗ്യകരമായൊരു സംഭവം ഗുജറാത്തിൽ നടന്നു. 59 രാമസേനരെ പച്ചക്ക് ജീവനോടെ ചുട്ടുകൊന്നു. അതിന് കയ്യിൽ കിട്ടിയ ആയുധമായിട്ട് ഹിന്ദുക്കൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. 2 ഭാഗത്തും ആൾനാശം ഉണ്ടായിട്ടുണ്ട്. 94 പേർ പോലീസ് വെടിവെപ്പിലാണ് മരിച്ചത്. ആ കലാപത്തെ അന്നത്തെ മുഖ്യമന്ത്രി വളരെ വേഗം പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തിൽ കൂടുതൽ കലാപം നീണ്ടു നിന്നിട്ടില്ല. ഇതൊക്കെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, വാദഗതിക്ക് എന്തും പറയാം. പക്ഷേ അന്ന് കാണിച്ച കലാപത്തിനിടയിലെ ഒരു മുസ്ലിം കുടുംബങ്ങളുടെ മരണം കാണിച്ചുകൊണ്ട് എമ്പുരാൻ പറയുന്നു, അതിന് പ്രതികാരം ചെയ്യുന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. 23 വർഷം മുമ്പ് നടന്ന നിർഭാഗ്യകരമായ സംഭവം ഗുജറാത്തികൾ മറന്നു. ഇന്ന് ഹിന്ദുവും മുസ്ലിമും ഐക്യത്തോടു കൂടിയാണ് ജീവിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിമിനെ ISISൻ്റെ പാളയത്തിലെത്തിക്കലാണ് പൃഥ്വിരാജ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം.
ലാലേട്ടൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, പൃഥ്വിരാജിനും ഇഷ്ടമാണ്, നല്ല കഴിവുള്ള കപ്പാസിറ്റിയുള്ള ആളുകളല്ലേ. പക്ഷേ ഇവർ കൊടുക്കുന്ന സന്ദേശം സമാജത്തിന് എന്താണ്? കലാപങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നാടിൻ്റെ പേര് പറയും. ലോകത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നിങ്ങൾ ആ വ്രണത്തിൽ കുത്തി വീണ്ടും വീണ്ടും എന്ത് ചെയ്ത് അതിനെ പഴിപ്പിക്കരുത്. മറന്നുപോയതാണ് ഹിന്ദുക്കൾ, മറന്നുപോയതാണ് മുസ്ലിങ്ങൾ. 2.5 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു വിഷയത്തെ മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് അതിക്രൂരമായിട്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത് കാണണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കിൽ കത്തി സാംസ്കാരിക നായകർ, സോക്കോൾഡ് സാംസ്കാരിക നായകർ പ്രസ്താവന ഇറക്കി. തീർച്ചയായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സ്വസ്ഥതയെ കാത്തു രക്ഷിക്കലാണ്. ആ രാജ്യത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും വിലങ്ങുതടിയായി നിൽക്കുന്ന ഒന്നും ആവിഷ്കാരത്തിൻ്റെ പരിധിയിൽ വരില്ല. അങ്ങയുടെ മൂക്കിൻ്റെ അടുത്ത് വരെയാണ് ചൂണ്ടാൻ അവകാശം, മൂക്ക് തൊടാൻ അവകാശമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, എന്നാൽ പിന്നെ സഖാക്കൾ ഒരു ഉടുമ്പിനെ കൊന്നുന്നട്ടെ. അവന്മാർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടാണ്, എന്നാൽ ഒരു മാനിനെ കൊന്നുന്നട്ടെ, ഒരു ഉടുമ്പിനെ കൊല്ലട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ എൻ്റെ പറമ്പിലൊക്കെ ഉടുമ്പാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വളയം പഞ്ചായത്തിൽ നിന്ന് കിണറ്റിൽ വീണ പന്നിയെ എടുത്തിട്ട് തിന്നു. 6 മാസമായിട്ട് ഇപ്പം ജയിലില്ല. 6 മാസം കഴിഞ്ഞാലേ ജാമ്യം കിട്ടുള്ളൂ. ഇഷ്ടഭക്ഷണം കഴിച്ചതാ സഖാക്കളാണ് മിക്കവാറുള്ളത്. അപ്പോൾ ഇഷ്ടഭക്ഷണം കഴിക്കാൻ ലോകത്തിൽ ഒരിടത്തും സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് പന്നി മാംസം വേണമെന്ന് പറഞ്ഞ് നടക്കില്ല. പന്നിയുടെ ആഗ്രഹമൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് പോകണം സൗദിയിലേക്ക്, അവിടെ നടക്കില്ല. ഇഷ്ടഭക്ഷണം കഴിക്കാൻ ലോകത്തിൽ എവിടെയും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുപോലെ 24 സംസ്ഥാനങ്ങളിൽ പശുവിനെ കൊല്ലുന്ന നിരോധനമുണ്ട്. ആ 21 സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനം കൊണ്ടുവന്ന കോൺഗ്രസ്സാണ്. നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ പോയിട്ട് പശുവിൻ്റെ ഇറച്ചി പോകണമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല, കിട്ടില്ല. അത് ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടും, കേരളത്തിലും കിട്ടും എന്ന് കരുതി ഇതുമായിട്ട് നിങ്ങൾ എവിടെ പോകാമെന്ന് കരുത്? മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പോകാൻ നിൽക്കരുത്. ഓരോ നാടിനും ഓരോ നിയമങ്ങളില്ലേ. നിങ്ങൾ സൗദി അറേബ്യയിൽ പോകുമ്പോൾ സൗദി അറേബ്യ ഇസ്ലാം മത വിശ്വാസ പ്രകാരം ജീവിക്കപ്പെടുന്ന രാജ്യമാണ്. അവിടെ പോയിട്ട് പന്നിയുടെ ബിരിയാണി വേണമെന്ന് പറയരുത് നിങ്ങൾ. സൗദി അറേബ്യ പോലും ഇപ്പം മാറുകയാണ്, പാതയിലാണ്. പിന്നെ ഈ ഇസ്ലാമിൽ നമുക്കൊരു പോസിറ്റീവായി കാണുന്ന ഒരു അവസ്ഥ, ആ ഒരു യാഥാസ്ഥിതികത്വമൊന്നും ഇല്ല, മാറി. അപ്പോൾ ഇസ്ലാമിൽ നമുക്കൊരു പോസിറ്റീവായ അവസ്ഥ, ഇപ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം കേരളത്തിൽ 1 ലക്ഷത്തിന് മേലെയായി. നമ്മുടെ ആരിഫ് ഹുസൈൻ സാർ, ആരിഫ് ഹുസൈൻ ഹിന്ദുവിനെ വിമർശിക്കുന്നു. വിമർശനം നമുക്കൊരു പുത്തരിയല്ലാത്തതുകൊണ്ട് നമുക്കൊന്നുമില്ല. പക്ഷെ ഇയാളെ മൊത്തം തെറി വിളിക്കുകയാണ് ആര്? ഇസ്ലാമിക ആളുകൾ. ഹിന്ദുവിനെ ഇപ്പം വിമർശിച്ചാൽ എന്താ? രാമൻ്റെ കാലഘട്ടത്തിൽ രാമനെ വിമർശിച്ച ഒരു അലക്കുകാരനാണ്. രാമൻ ജീവിക്കുന്ന അന്ന് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ നാവിയാൻ എരിയുന്നു. അപ്പോൾ രാമൻ പറയുന്നുണ്ട് വിമർശകൻ്റെ നാവരിയുന്നത് ഇക്ഷ്വാകു വംശത്തിൻ്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ? രാമനെ ആരാധിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും പ്രജകൾക്ക് അധികാരമുണ്ടായിരിക്കണം. ഈ കാഴ്ചപ്പാടിലെ അപ്പം നമ്മളെ വിമർശിച്ചില്ലാതെ കാർഗം പറ്റുമോ? നമ്മൾ ഈ പറയുന്ന വികാരജീവികളല്ലല്ലോ. നിങ്ങൾക്ക് രാമനെ ഇഷ്ടമല്ല, വേണ്ട. നിങ്ങൾ മഹാഭാരതം വായിക്കുന്നില്ല, വേണ്ട. പക്ഷേ ഇവിടെ ഈ മുസ്ലിങ്ങളുടെ മതവികാരം വളരെ വ്രണപ്പെടുന്നതാണ്. പെട്ടെന്ന് സെൻസിറ്റീവാണ് അവർ. അവിടെയാണ് ഈ എമ്പുരാൻ നമുക്ക് വല്ലാതെ ദോഷം ചെയ്യുന്നത്. എമ്പുരാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ പണ്ട് ഇവരൊക്കെയാണ് കൊന്നത്, ബജ്റംഗി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബജ്റംഗ് ദളിൻ്റെ പേരൊക്കെയാണ് ഒരു വ്യക്തി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അയാളെ അവസാനം പൃഥ്വിരാജ് കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതിന് കയ്യടിയാണ്. അയാളെ കൊല്ലുമ്പോൾ മുസ്ലിങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു സിനിമ കാണുന്നവൻ നരകത്തിലെത്തുന്ന, പക്ഷേ മൂപ്പര് കെട്ടികളും കൂട്ടി പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടാവാം, മനസ്സിലാക്കുന്നു. കാരണം പ്രൊമോട്ട് ചെയ്യുന്നു ഇവരെ. സംഗീതവും യേശുദാസും മോഹൻലാലൊക്കെ നരകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നവർ പോലും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഈ കേരളത്തിൻ്റെ ഒരു സവിശേഷത ഉണ്ട്, RSS എതിർക്കുന്നതിനെ ചെയ്യുക. നിങ്ങൾ മതേതരവാദിയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് RSS എതിർക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കുടുംബസമേതം പോയി കാണും. ആശാ വർക്കർമാർ മുട്ടയടിച്ച് സമരം ചെയ്യുമ്പോൾ അതിലൊന്നും മുഖ്യമന്ത്രി താല്പര്യമില്ല. ഈ സിനിമ കാണാൻ 3 മണിക്കൂർ അദ്ദേഹം സമയം ശാരീരിക അസ്വസ്ഥതകൾ ഒരുപാട് അദ്ദേഹം കണ്ടെത്തും. ഇത് RSS ഇപ്പം ഞാൻ പറഞ്ഞു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സേവാഭാരതി എത്രയോ വർഷങ്ങളായിട്ട് പൊതിച്ചോറ് കൊടുക്കുകയാണ്. ഇത് DYFI അങ്ങ് ഏറ്റെടുത്തു. അവർ നടത്തട്ടെ, നല്ല കാര്യം. നാട് മുഴുവൻ പൊതിച്ചോറ് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് അവർ കൊടുക്കുന്നു. പക്ഷേ സേവാഭാരതി ചെയ്യുന്നത് ആര് ഭരിക്കുമ്പോഴും ചെയ്യും. എനിക്ക് DYFIക്കാർ ഇത് എത്ര കാലം ചെയ്യും എന്നുള്ളത് ഈ പിണറായി വിജയൻ സർക്കാർ അങ്ങോട്ട് പോകണം. അപ്പം നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ ഈ ഒരു പൊതിച്ചോറ് വിതരണത്തിൻ്റെ പ്രായം എന്നൊരു 5-6 വർഷമായിട്ടുള്ളൂ. പിണറായി കഴിഞ്ഞൊരു 8 വർഷമായിട്ട് 9 വർഷമായിട്ട് കേരളം ഭരിക്കുകയല്ലേ. അപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് സേവനത്തിന് പ്രാധാന്യം. അപ്പോൾ അതിന് ശേഷം അവർ സേവനം ചെയ്യുന്നുണ്ടാവുമോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം മാറിയതിനു ശേഷവും DYFI പൊതിച്ചോറ് കൊടുക്കുന്നുവെങ്കിൽ അവർക്ക് സേവാഭാരതിയുടെ മനസ്സ് വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്, നല്ലതാണ്. DYFI കോമ്പറ്റീഷൻ അല്ലല്ലോ, മത്സരമല്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിന് സേവാഭാരതി എപ്പോഴും വഴികൾ കണ്ടെത്തും. കാരണം സേവാഭാരതി മുദ്രാവാക്യം എന്താ? മാനവസേവ, മാധവസേവ. മനുഷ്യരെ സേവിക്കുന്ന ഈശ്വരനെ സേവിക്കുന്നതാണ്. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഭഗവാന്റെ കാഴ്ചപ്പാടെന്താ? സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എൻ്റെ ഭഗവാൻ 1000 കൈയുണ്ട്, എൻ്റെ ഭഗവാൻ 1000 കാലുണ്ട് എന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട കോലം എന്നല്ല അതിൻ്റെ അർത്ഥം.
ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്. ലോകത്തിലെ എല്ലാ കാലുകളും ഭഗവാന്റെ കാലുകളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിൻ്റെ മുന്നിലേക്ക് കൈനീട്ടുന്നത്, ആ കൈകളിൽ ഒരു ഭക്ഷണപ്പൊതി വെച്ച് കൊടുത്താൽ നീ ഭഗവാന്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണപ്പൊതി വെച്ച് കൊടുക്കുന്നത്. ഈ ഭാവാത്മകമായ കാഴ്ചപ്പാടാണ് RSS സേവാഭാരതിയെ രൂപീകരിച്ചത്. പക്ഷേ സേവാഭാരതി വളരുന്നു, RSS വളരുന്നു എന്ന് കണ്ടപ്പോഴാണ് മറ്റവൻ പൊതിച്ചോറായിട്ട് ഇറങ്ങിയത്. അത് വിരുദ്ധമായിട്ടുള്ള പൊതിച്ചോറിന്റെ മറവിലും പലതും നടക്കുന്നുണ്ടാവാം. പക്ഷേ അത് ഉദ്ദേശശുദ്ധിയുണ്ട് എങ്കിൽ അത് തുടരും. ഇപ്പം ഞാൻ കൊറോണ സമയത്ത് എൻ്റെ വീട്ടിൽ ആക്രി സാധനങ്ങൾ പെറുക്കാൻ വേണ്ടി DYFIയുടെ ഒരു പറ്റം യുവാക്കൾ വന്നു. ഞങ്ങൾ കൊടുത്തു, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. പഴയ തകരപ്പാട്ട ഇതൊക്കെയാണ് കൊണ്ടുപോയി. ഇത് വിറ്റിട്ടാണ് ഇവർ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്നേഹപൂർവ്വം അയാളോട്, എൻ്റെ സുഹൃത്താണ്, അവരോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ നിങ്ങളിത് ചെയ്യോ? അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ സേവനത്തിൻ്റെ ബേസ് ഏതാ? ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്യും, ഭരണം മാറിയാൽ ഞങ്ങളിതൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ കാഴ്ചപ്പാട്, വികലമായ കാഴ്ചപ്പാട് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ടാണ് കേരളം, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു 6 മാസം മഴ കിട്ടുന്നൊരു നാട്. ഇതൊരു കുപ്പിവെള്ളമാക്കിയിട്ട് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കൊടുത്തയച്ചാൽ 50 ലക്ഷം മലയാളികൾ പണിയെടുക്കുന്നുണ്ട്. ഒരു കുപ്പിവെള്ളം ഒരു ദിവസം കുടിച്ചാൽ എത്ര വരുമാനം ഉണ്ടാക്കാം? കേരളത്തിൻ്റെ ഒരു ഭാഗം മൊത്തം കടലാണ്. കേരളത്തിന് ആവശ്യമായ ഉപ്പ് കുറുക്കിക്കൂടെ? സിമ്പിളായൊരു കാര്യമല്ലേ, ഉപ്പ് കുറുക്കി കേരളത്തിന് ആവശ്യമായ ഉപ്പ് കേരളത്തിന് ഉണ്ടാക്കിക്കൂടെ? കേരളത്തിൻ്റെ ടൂറിസം, 44 നദികളുള്ളൊരു നാട്, ഇതിനൊന്ന് സുന്ദരമായി കൂടെ? വികലമായ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ആകെ മുഹമ്മദ് റിയാസ് പോയിട്ട് നരേന്ദ്രമോദിയുടെ റോഡിൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. നമ്മുടെ 6 വരി പാത വരുന്നുണ്ട്. കേരളത്തിൻ്റെ പങ്കെന്ന് പറയുന്നത് സ്ഥലമേറ്റെടുപ്പിൻ്റെ 25% മാത്രം. മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള 6 വരി പാതയാണ്. കിലോമീറ്റർ 100 കോടി ചിലവാണ്. പൂർണ്ണമായിട്ടും 660 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ നിർമ്മിക്കാൻ 66,000 കോടി, സ്ഥലമേറ്റെടുപ്പിന് 22,000 കോടി, ടോട്ടൽ 88,000 കോടി. അതിൽ ഇവർ കൊടുക്കേണ്ടത് 5,500 കോടിക്കടുത്താണ്. അപ്പോൾ 88,000 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഒരു റോഡിൻ്റെ ഈ സ്ഥലമേറ്റെടുപ്പിൻ്റെ 20% കൊടുക്കുന്ന ആളാണ് സെൽഫി എടുത്തിട്ട് പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം പിണറായി ഉണ്ടാക്കുന്ന റോഡാണ്. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെ കാവി പുതപ്പിച്ചാലും കേരളത്തിലത് നടക്കില്ല, ഇത് കേരളമാണെന്നല്ലോ പറയുന്നത്. ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കഴിഞ്ഞ ലോക്സഭയിൽ വലിയ മാറ്റം ഉണ്ടായല്ലോ. 20% വോട്ട് കാവി കിട്ടി. 11 നിയമസഭാ സീറ്റിൽ BJP 1ാം സ്ഥാനത്താണ്. 8 നിയമസഭാ സീറ്റിൽ 2ാം സ്ഥാനത്താണ്. 40,000-ന് മേലെ വോട്ട് നേടിയ 30-31 നിയമസഭാ സീറ്റുകളുണ്ട്. സുരേഷ് ഗോപി സാർ ജയിച്ചു, മന്ത്രിയായി. 2ാം സ്ഥാനത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി വന്നു, ചെറിയ വോട്ടിനാണ് തോറ്റത്. വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകകക്ഷിയുടെ അസാന്നിധ്യം. ഈ തെരഞ്ഞെടുപ്പിലാണ് എനിക്ക് തോന്നുന്നു BDJS കുറച്ച് വോട്ട് പിടിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ BDJSന് ഈഴവ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലാത്ത സമയത്ത് ഈഴവ സമുദായം മാറി ചിന്തിച്ചോട്ടെ. ഈഴവ സമൂഹം ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ശോഭാ സുരേന്ദ്രൻജി ആലപ്പുഴയിൽ 3 ലക്ഷം വോട്ട് പിടിച്ചു. ചലനം ഉണ്ടാക്കി. അത് പ്രീതി നടേശൻ മേഡത്തിൻ്റെ ഒരു വലിയ ഇടപെടലൊക്കെ കാര്യം ചെയ്തു. അപ്പം SNDP NSS ഇവർ വിചാരിച്ചാൽ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ വിചാരിക്കില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഹൈന്ദവ സമൂഹത്തിൽ സത്യത്തിൽ ഇവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് സീറ്റുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 144 സീറ്റല്ലേ നമുക്കുള്ളത്. അത് ഡിവൈഡ് ചെയ്ത് ക്രിസ്ത്യാനിക്ക് ഇത്ര NSSന്, ഇത്ര SNDPക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നാൽ കേരളം പിടിക്കുക എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമൊന്നുമില്ല. അല്ല, പക്ഷേ RSS ഒരു ഭീഷണിയായി മാറുമ്പോൾ ഇവർ തമ്മിൽ ഒന്നിക്കുമല്ലോ. അതല്ലേ നമ്മൾ കണ്ടത്. അത് ഇന്ത്യ മുന്നണി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു ലോക്സഭയിൽ. പക്ഷേ നമ്മുടെ മൈനസുകളെ നമ്മൾ കണ്ടെത്തി, BJP കണ്ടെത്തി. അതാണ് മഹാരാഷ്ട്രയും ഹരിയാനയും ഡൽഹിയും പിന്നീട് തൂത്തുവാരുകയാണ് ചെയ്തത്. അവിടെയെല്ലാം ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നല്ലോ, ഒക്കെ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര തൂത്തുവാരിയില്ലേ? കാരണം ഏറ്റവും കൂടുതൽ BJP കഴിഞ്ഞ ലോക്സഭയിൽ അടിപറ്റിയത് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ്. രാജ്യത്ത് 2ാം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ BJP കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി. അതും ഒരു BJPക്ക് 240 കിട്ടിയതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം തിരുത്തേണ്ടത് തിരുത്തും. എപ്പോഴും ഉന്നതമായ വിജയം ഉണ്ടായാൽ പലപ്പോഴും അഹങ്കാരം ഉണ്ടാവും. ഡോക്ടർജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രശസ്തി പ്രവർത്തനത്തിലെ ശ്രദ്ധ കുറക്കും. RSSൻ്റെ സ്ഥാപകൻ പറഞ്ഞതാണ്, പ്രശസ്തി പ്രവർത്തനത്തിലെ ശ്രദ്ധ കുറച്ച് കളയും, അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും. അതുകൊണ്ടാണ് RSS 1948 വരെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഗാന്ധിയുടെ വധം RSSൻ്റെ തലയിൽ ഇട്ടുകൊടുത്തു. RSSൻ്റെ തലവനായ പരംപൂജനീയ ഗുരുജിയെ പിടിച്ച് ജയിലിലടച്ചു. അന്ന് ഗുരുജി തീരുമാനിച്ചതാ, ഏതൊരു പാർലമെൻറ്റ് ഉപയോഗിച്ചാണോ RSSനെ തകർക്കുവാൻ ജവഹർലാൽ നെഹ്റു ശ്രമിക്കുന്നത്, അതേ പാർലമെൻറ്റ് ഒരു കാലത്ത് RSSകാരെ കൊണ്ട് ഞങ്ങൾ കൂത്തി നിറക്കും. ചാലഞ്ച് ആൻഡ് റെസ്പോൺസ്.
2014 252 കാക്കി ട്രൗസർധാരികളൊക്കെ യാഥാർത്ഥ്യം. അതാണ് ചാലഞ്ച്. വെല്ലുവിളികളെ 3 പ്രാവശ്യം അറസ്റ്റിന് ഒരൊറ്റ നിരോധനം നേരിടുവാൻ ശ്രമിക്കുക കഴിഞ്ഞു. ഒറ്റ നിരോധനം പോപ്പുലർ ഫ്രണ്ട്. ഞാനിപ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ മൊത്തം ജയിലിലടച്ച സമയത്ത് ഞാൻ കരുതി അണികളെല്ലാം സഹന സമരം നടത്തുന്നു. ഒരൊറ്റൊരുത്തരെയും കണ്ടില്ല റോഡിൽ. ഇതെന്ത് പ്രസ്ഥാനമാണ്? 948 അറസ്റ്റിന് നിരോധിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗുരുജിക്കൊപ്പം ജയിലിൽ കിടന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിന് നിരോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ കിടന്നു. 92 നിരോധനം പറയാൻ പോലും നമുക്ക് അയോധ്യ സംഭവത്തെ തുടർന്ന് 92 നിരോധിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ്? സത്യത്തിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരുത്തിന് കൃത്യമായിട്ട് അറിയാം ഇതിൽ സത്യത്തിൻ്റെ പിൻബലമില്ല. സത്യമില്ലാത്തവൻ എപ്പോഴും വിയർക്കും. എപ്പോഴും അവൻ്റെ ഉള്ളിൽ തന്നെ പറയും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. പോപ്പുലർ ഫ്രണ്ടുകാരിൽ ചിന്തിക്കുന്നവന് അറിയാൻ കഴിയും എന്തെന്ന്. ഞാൻ ഈ ഭാരതത്തിൽ ഹിന്ദുവിന് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിച്ചിട്ടും ഞാൻ ആർക്കെതിരെയാണ് ഈ പടപൊരുന്നത്? ഞാൻ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ അവസ്ഥ എന്താ? പള്ളിയിൽ പോകാൻ പറ്റുമോ? ലാത്തിയെടുത്തൊരു പോലീസുകാരൻ പോലും ഒരു പള്ളിക്ക് പുറത്തും കാവൽ നിൽക്കാതെ 80% ഹിന്ദുക്കളുള്ള ഈ ഭൂമിയിൽ എനിക്ക് നിർഭയം ഹിന്ദുവിന് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുന്ന നാട്ടിൽ ഞാൻ എന്തിനെതിരെയാണ് പടപെടുന്നത് എന്ന് ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. അവരാണ് ദേശീയ മുസ്ലിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ഈ ദേശീയ മുസ്ലിങ്ങളുടെ എണ്ണത്തെ കൂട്ടുക. അത് നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലും പിന്നെ ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് മുന്നണിയാണ്. അതൊന്നും ദീർഘകാലം പോകുന്നില്ല. ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് മാത്രമേ ദീർഘകാലം ഒന്നിച്ച് സഞ്ചരിക്കാൻ കഴിയൂ. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അലുവയും മത്തിക്കറിയുന്നു. ഇതൊരിക്കലും ചെയ്യില്ല. മുസ്ലിം ലീഗും ശിവസേനയും ഒരു സ്റ്റേജിൽ വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. ശിവസേന, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് ഇവരെല്ലാം ഒരു സ്റ്റേജിലാണ്. ഒരു വിരുദ്ധാഭിപ്രായം, ആശയങ്ങൾ പോലും വൈരുദ്ധ്യമാണ്. അവർ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചു. പണി കിട്ടിയിട്ടുണ്ട്. BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ഇല്ല. 240 272 വേണ്ടേ? അപ്പം BJPക്ക് ചെറിയ ക്ഷീണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പണി കിട്ടുമെന്നുള്ളത്. സ്വദേശി പ്രസ്ഥാനം അല്ലേ? സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. എൻ്റെ ബിസിനസ് സംരംഭം അതാണ്. കുടുംബവും അതിൽ വ്യാപൃതരാണ്. ഒന്നുമില്ല. സ്വദേശി പ്രസ്ഥാനം ജാഗരൺ മഞ്ചിൻ്റെ ഒരു നോട്ടീസ് എനിക്ക് മുമ്പ് കിട്ടിയതാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ജില്ലറ്റ് നമ്മുടെ ഷേവ് ചെയ്യുന്നത് ഇന്ത്യക്കാരൻ്റെ അല്ല. കോൾഗേറ്റും ക്ലോസപ്പും പെപ്സോഡൻറ്റും ഒരു മുതലാളിയുടേതാണെന്നും അതുകൊണ്ട് പല്ല് തേക്കുമ്പോൾ രാജ്യത്തിൻ്റെ 8 രൂപ ഡെയിലി ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. ആശീർവാദിൻ്റെ ആട്ടയ്ക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കി ഈ ലിസ്റ്റ് കിട്ടിയപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ITC ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയാണ്. ആക്ച്വലി അതിൻ്റെ നെയിം എന്താ? ATC ആണ്, അമേരിക്കൻ ടൊബാക്കോ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഈ വിമർശനം ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കേണ്ട, മാവിൻ്റെ ചപ്പ് കൊണ്ട് പല്ല് തേച്ചോളൂ എന്ന് പറഞ്ഞാൽ നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ നമ്മൾ ബദൽ പേസ്റ്റ് വെക്കണം. അപ്പോൾ ഞങ്ങളുടെ മുദ്രാവാക്യം ഉപ്പ് മുതൽ കർപ്പൂരം വരെ, ബ്രഷ് മുതൽ ബെഡ്ഷീറ്റ് വരെ ഭാരതീയമായിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം ഭാരതീയമായ ഉൽപ്പന്നങ്ങളെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ സംരംഭം ഞങ്ങൾ 2017 തുടങ്ങി. അപ്പോൾ ചെറുതായിട്ട് അത് വളർന്നു. ഇനിയിപ്പോൾ ചെറിയ ഹോം ഷോപ്പുകൾ എന്ന കൺസെപ്റ്റിൽ ഇപ്പോൾ 168ഓളം സംരംഭങ്ങൾ നടക്കുന്നു. അപ്പോൾ അത് ഈ മാസം 2 ഉദ്ഘാടനമുണ്ട്. ഒന്ന് 2-ാം തീയതി വൈക്കത്ത് കഴിഞ്ഞു, ഒന്നിപ്പോൾ 15 കോഴിക്കോടാണ്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ 100% ഭാരതീയമായ ഉൽപ്പന്നങ്ങൾ മാത്രമേ അവിടെ വെക്കുള്ളൂ. നമ്മുടെ ആളുകൾ സ്വീകരിച്ചു തുടങ്ങി. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ കൊടുക്കുക, പിന്നെ വില കുറവുള്ള സാധനങ്ങൾ കൊടുക്കുക, ഒപ്പം അത് ഭാരതീയമായിരിക്കണം. നമുക്ക് ഇഷ്ടം പോലെ കമ്പനികളില്ലേ ഭാരതീയമായ കമ്പനി. ഇപ്പോൾ ഞാനൊരു വണ്ടി എടുക്കുമ്പോൾ ടാറ്റയും മഹീന്ദ്രയെ പരിഗണിക്കാറുള്ളൂ. നമുക്ക് ടാറ്റയ്ക്ക് എല്ലാ സെക്യൂരിറ്റിയും നമുക്ക് തരാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വിഷയത്തിലും ഭാരതീയം. എന്നാൽ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ ഇന്ത്യയുടെ മൊബൈൽ ഏതാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ബെഡ്ഷീറ്റ്, ചന്ദനത്തിരി, ഇതൊക്കെ നമുക്കാവാം, ഭാരതീയമാവാം. ഈ ഒരു ചെറിയ കാഴ്ചപ്പാടിൽ നിന്നാണ് സ്വദേശി പ്രസ്ഥാനം ഞങ്ങൾ തുടങ്ങിയത്. ഇത് RSSൻ്റെ ഒരു വലിയൊരു പരിവാർ പ്രസ്ഥാനമാണ് സ്വദേശി ജാഗരൺ മഞ്ച്. അത് വലിയ വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാരതീയന് കാഴ്ചപ്പാട്. ഇപ്പോൾ അമേരിക്കയിൽ, ജപ്പാനിൽ, ചിക്കാഗോ, നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ ആര് ബോംബിട്ടു? അമേരിക്ക ബോംബിട്ടു. തകർന്ന് തരിപ്പണമായി പോയ ജപ്പാൻ ഒരു 20 വർഷം കൊണ്ട് എഴുന്നേറ്റു. ബോംബിട്ടിട്ട് വർഷങ്ങൾ ഏകദേശം 19 കഴിയാറായി. അമേരിക്കയുടെ ഒരു മുട്ടു സൂചി ജപ്പാനിൽ ചിലവാവില്ല. അതാണ് ദേശീയ ബോധം എന്ന് പറയുന്നത്. നിങ്ങൾ രാവിലെ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റിൽ നിങ്ങൾക്ക് ഭാരതത്തെ കാണാൻ കഴിയണം. നിങ്ങൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാരതത്തെ കാണാൻ കഴിയണം. മാത്രമല്ല, ഞങ്ങളുടെ കടയിൽ ഭാരതീയരായ ദേശവിരുദ്ധരുണ്ടാക്കുന്ന സാധനമുണ്ട്, അതും വെക്കാറില്ല. നമുക്ക് ഭാരതീയനായതുകൊണ്ട് മാത്രം കാര്യമില്ല. നാടിനിട്ട് പണിതിരുന്ന മുമ്പ് ഓർമ്മയില്ലേ LGക്ക് നമ്മുടെ ശബരിമലയിലെ അരവണ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനി കൊടുക്കുന്നത്? ഒരു അരവണ പ്ലാൻ ഉണ്ടാക്കാൻ എന്താ ശബരിമലക്ക് ബുദ്ധിമുട്ട്? ഇപ്രാവശ്യം 400 കോടി കൂടുതലാണ്.
ഒരു 10 കോടി ഉണ്ടെങ്കിൽ ഒരു അരവണ പ്ലാൻ അപ്പോൾ അരവണ എന്തിനാണ് വേണ്ടല്ലോ. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ പെട്ടെന്ന് നിഷേധിച്ചാൽ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് ഉണ്ടാക്കി കൊടുത്തുകൂടെ? ഇതിൻ്റെ തിരുപ്പതിയിലുണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല? കാരണം അതൊക്കെ അഴിമതിയാണ്, വൻ അഴിമതി നടക്കുകയാണ്. ഒരു അരവണക്ക് 100 രൂപയാണ് വാങ്ങുന്നതെങ്കിൽ ആക്ച്വലി ഒരു അരവണ പോകുമ്പോൾ ഇത്ര ശതമാനം ഇന്നേ പാർട്ടിയുടെ നേതാവിന് കിട്ടണം എന്ന് പറഞ്ഞ കമ്മീഷനാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരിൽ എള്ളെണ്ണ ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്. ഗുരുവായൂരപ്പൻ്റെ ഡിപ്പോസിറ്റ് 1250 കോടിയാണ്. അതിനൊരു 5 കോടിയും കൊണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എള്ളെണ്ണയുടെ ഒരു പ്ലാന്റ് തുടങ്ങിക്കൂടെ? ആ ക്ഷേത്രത്തിൽ ആവശ്യമായ ഏറ്റവും ശുദ്ധമായ എള്ളെണ്ണ നമ്മുടെ ശാന്തിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. കാരണം ബീഫ് വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് കഥകളി എന്ന പേരിലൊക്കെ വിളക്കെണ്ണയായിട്ട് വരുന്നുണ്ട്. ഈ വിളക്കെണ്ണയാണ് ശ്രീകോവിൽ വരെ ഉപയോഗിക്കുന്നത്. ക്ഷേത്ര ചൈതന്യക്കാർക്ക്, ശാന്തിക്കാർക്ക് ക്യാൻസർ വരിക. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു തിരുമേനിക്ക് ക്യാൻസർ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചോദിക്കുകയാണ്, എല്ലാ ദിവസവും ദൈവത്തെ പൂജിക്കുന്നവന് ക്യാൻസറോ? അവന് ഈ ഏറ്റവും വൃത്തികെട്ട ബീഫ് വേസ്റ്റിൻ്റെ എണ്ണ കങ്കായത്ത് കൊണ്ടുപോയി ശുദ്ധീകരിച്ച് ടിന്നിലാക്കി 16 ലിറ്റർ 1200 രൂപയ്ക്ക് കൊടുത്തിട്ട് അത് കത്തിച്ച് ഏറ്റവും മോശപ്പെട്ട കർപ്പൂരവും കത്തിച്ച് ആ പാവം തിരുമേനി അതിൻ്റെ ഉള്ളിൽ കുടുക്കി ശ്രീകോവിലുള്ളിൽ നിന്ന് ഇവർക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അവരെ ക്യാൻസർ രോഗികളാക്കിയിട്ട് ഇവൻ ചോദിക്കുകയാണ്, ദൈവത്തെ സ്മരിക്കുന്നവരെങ്ങനെയാണ് ക്യാൻസർ? എന്തെങ്കിലുമൊക്കെ പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന റിയാലിറ്റികളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ RG ആണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. RGയുടെ ആളാണ്. ഞങ്ങൾക്ക് അതിന് കമ്മീഷനൊന്നുമില്ല. പക്ഷേ RG ഉണ്ടാക്കുന്ന ആളെയും ഞങ്ങൾക്കറിയാം, RGയുടെ വിശുദ്ധിയും ഞങ്ങൾക്കറിയാം കൂട്ടത്തിൽ. അപ്പോൾ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനികൾ ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാത്തവരുടെ കമ്പനി ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു പുട്ടുപൊടി വാങ്ങുമ്പോൾ ഞങ്ങൾ അജ്മിയെ പരിഗണിക്കാറില്ല. സത്യം അങ്ങോട്ട് പറയട്ടെ, മനസ്സിലായി? നമുക്കിട്ട് പണി തരുന്ന ഒരാളെയും നമ്മൾ പരിഗണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഈ ഒരു സ്വദേശി കാഴ്ചപ്പാടുകൾ മാറിയാൽ മതി. നമുക്ക് ഭാരതീയമായ ഉൽപ്പന്നം കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സോഡൻ്റെ ബാറ്റ, പിന്നെ ITC, ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക്, ജില്ലറ്റിൻ്റെ ഷേവിങ്, ഇതൊന്നും ഭാരതത്തിൻ്റെ എല്ലാം തിരിച്ചറിഞ്ഞാൽ പോരെ? ഭാരതത്തിൻ്റെ വാങ്ങാൻ എന്തൊക്കെയുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്, അത് മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹാപ്പിയായിട്ട് പോകുന്നു. പിന്നെ പാഠശാല ദിവസവും ആശയത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഇത്രയും പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഞങ്ങൾ വിനോദത്തിനാണ് കൂടുതൽ പ്രാധാന്യം. വിജ്ഞാനത്തിന് 30%, 70% വിനോദത്തിനാണ്. നമ്മുടെ പല മീറ്റിങ്ങുകളും വിരസമാകുന്നത് എപ്പോഴും സീരിയസ് ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് മനുഷ്യർ എപ്പോഴും സന്തോഷത്തെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് അമ്മമാരുടെയൊക്കെ ഡാൻസ് അവാരായിരിക്കും. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് ഡാൻസ് ചെയ്യാനുള്ള അവസരമില്ല. ഹിന്ദു കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നതിന് കാരണം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഒരിടത്തും അവസരം കിട്ടുന്നില്ല. അല്ല, പണ്ടൊക്കെ നമ്മൾ രാത്രിയെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ അതില്ലല്ലോ, എല്ലാവരും മൊബൈൽ നോക്കി പോയി. അത് എപ്പോഴും നമ്മുടെ ആചാര്യന്മാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മൊബൈലിനൊരു സമയം കണ്ടെത്തും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലല്ലോ ഒരു കുടുംബത്തിനകത്ത്. അതെ. അതുകൊണ്ട് അതിലൊക്കെ വലിയ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ വേറൊന്നൊരു പോസിറ്റീവായ കാര്യം, ഹിന്ദുക്കൾ ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി. ധാരാളം ഭക്തിയുടെ മാർഗത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വിജ്ഞാനത്തിൻ്റെ മാർഗ്ഗമാണ്. നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ മനസ്സിനെ ഒരുക്കലാണ്. അതായത് ഇതൊക്കെ ഉണ്ട്, ദൈവമൊക്കെ ഉണ്ട്, ഗുരുവായൂരപ്പനൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അടുത്തത് നിങ്ങൾ ശാസ്ത്രം പഠിക്കലാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുത്തേണ്ടത് തിരുത്തും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയിലുണ്ടായ മാറ്റങ്ങൾ അടുത്ത തലമുറക്ക് ബാധകമല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. തലമുറകൾ നമ്മൾ ഗ്യാപ്പുണ്ട്. നമ്മുടെ 40 കൊല്ലം മുമ്പുള്ള അഞ്ചിയുടെ എൻ്റെയും ജീവിതത്തിലുള്ള കാര്യങ്ങളല്ല ഇന്ന് നടക്കുന്നത്. ഇനിയിപ്പോൾ 40 വർഷം കഴിഞ്ഞാൽ അതായിരിക്കില്ല. ഇന്ന് ചിന്തിക്കുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ പറയും ഇവരൊക്കെ എത്ര ഡീസൻ്റ് ആയിരുന്നു, ചിലപ്പോൾ അന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അതൊക്കെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കാലഘട്ടത്തിൽ മാറും. പക്ഷേ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ആ മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയ ഞങ്ങളുടെ നാട്ടിലൊരു ആചാരമുണ്ട്, തൊട്ട് തെറ്റിയിൽ നോക്കും. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ആചാരമാണ് ഇത്. അങ്ങനെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒന്നും പഠിച്ചതൊന്നുമല്ല, ഇത് വീട്ടിൽ നിന്ന് പഠിച്ചു വന്നതാണ്. അപ്പോൾ ഇതാണ് മൂല്യം. ഒരാളെ അറിയാതെ ചവിട്ടിപ്പോയാൽ തൊട്ട് ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറാണ്. പ്രകൃതിയോടുള്ള നമ്മുടെ ഭാവം. 10 കിണറിന് സമാണ് ഒരു കുളം, 10 കുളത്തിന് സമം ഒരു തടാകം, 10 തടാകത്തിന് സമം ഒരു നദി, 10 നദിക്ക് സമം ഒരു പുത്രൻ, 10 മക്കൾക്ക് സമം ഒരു വൃക്ഷം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക്. അപ്പോൾ വൃക്ഷങ്ങളുടെ പ്രാധാന്യം, വിശ്വാസങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയാണെങ്കിൽ അതിനെ പരിഷ്കരിക്കണം. നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ഓരോരോ കാലഘട്ടത്തിൽ ഒത്തിരി അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, ഇന്നും ഒരുപാടുണ്ട്. അതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഹിന്ദുക്കൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ മാറ്റേണ്ട ഒന്ന് ഇതാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഷട്ടിടാമോ? ഷട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ
ജനങ്ങൾ പുരുഷന്മാർ ഷർട്ട് ഉപയോഗിക്കാത്തൊരു കാലഘട്ടത്തിൽ, ഷർട്ടിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ ഷർട്ട് വേണ്ടല്ലോ. ആചാരങ്ങളൊന്നും ഇരുമ്പലക്കങ്ങളല്ല, മാറ്റങ്ങൾക്ക് വിധേയമാവണം, അതിന് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മളിങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടോ ലാഭമുണ്ടോ ചിന്തിക്കുക. ക്ഷേത്രത്തിൽ കൗമാരക്കാരും യുവാക്കളും വരുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിശോധിക്കണം. കാരണം അടുത്ത തലമുറയുടെ കയ്യിൽ ഈ ക്ഷേത്രം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ഈ 80 വയസ്സുള്ള കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ത് ചെയ്യും? പ്രായം കൊണ്ട് മരിക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം മരിക്കേണ്ടത്. അപ്പം അതിന് ബദൽ എന്താണ് മൈനസ്? എല്ലാ ദിവസവും ചിന്തിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നിങ്ങൾ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കണം. എത്ര പ്രാവശ്യം ചൂടായി, എത്ര പ്രാവശ്യം ക്രോധാകുലനായി, എത്ര തെറ്റായ വാക്കുകൾ പറഞ്ഞു പോയി. ഇതുപോലെ ആചാരങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പം വരുന്നു. എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങളുണ്ട്. പിന്നെ ഹിന്ദു സമൂഹത്തിൽ നമ്മളൊരു വിപ്ലവമൊന്നും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ഹിന്ദുക്കൾ സാവധാനമേ എന്ത് ചെയ്യും, ഉണർന്ന് ചിന്തിച്ച് അങ്ങനെയാണ്. കാരണം നമുക്ക് മതമല്ലല്ലോ. സ്വർഗം കാണിച്ച് മോഹിപ്പിക്കാൻ കഴിയില്ല ഹിന്ദുവിനെ, നരകം കാണിച്ചിട്ട് പേടിപ്പിക്കാൻ കഴിയില്ല. ദേവലോകത്തെ രാജാവ് അഹല്യയെ തേടി ഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ രംഭ, മേനക, തിലോത്തമ, ഉർവശി ഒക്കെ ഉണ്ടായിരുന്നിട്ട് അവന്മാരൊന്നും മതിയാകാഞ്ഞിട്ടാണ് ദേവേന്ദ്രൻ തന്നെ ആരാ വന്നത്? മനുഷ്യ സ്ത്രീയെ തേടി വന്നത്. അപ്പം ഇതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് നിങ്ങൾ സത്യത്തെ സാക്ഷാത്കരിക്കുവാൻ പറയുന്നതാണ് ഹിന്ദുധർമ്മം. അപ്പോൾ അവിടത്തേക്ക് ഒരാളെ പിടിച്ചു വരുത്താൻ കുറച്ച് സമയം വേണം. മാത്രമല്ല നമുക്ക് വിരുദ്ധാഭിപ്രായങ്ങൾ കൂടുതലാണ്. നിങ്ങൾ ഒരു ഭഗവത്ഗീത ക്ലാസ് അമ്പലത്തിൽ തുടങ്ങിയാൽ അപ്പം DYFIയുടെ മുദ്രാവാക്യം വരും, ഇത് RSSൻ്റെ പണിയാണെന്ന് പറയും. ഈ RSSുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യും. ഹിന്ദുക്കൾ ഭഗവത്ഗീത പഠിച്ചാൽ, രാമായണം പഠിച്ചാൽ ഉടനടി എന്ത് ചെയ്യും? പിന്നെ എതിർക്കാൻ എളുപ്പമാണ്. അതാണ് ഇതിൻ്റെ എളുപ്പ വഴിയാണ്. RSSന് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതൊക്കെ സംഘപരിവാറിൻ്റെ അജണ്ടകളാണ്. എന്ത്? ഹിന്ദു ഭഗവത്ഗീത. അപ്പം മുസൽമാൻ ഖുറാൻ പഠിച്ചാൽ ഒരു അജണ്ടയില്ല, ക്രിസ്ത്യാനി ബൈബിൾ പഠിച്ചാൽ അജണ്ടയില്ല. 5100 കൊല്ലം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ഈ 700 ശ്ലോകങ്ങൾ ഹിന്ദുക്കൾ പഠിച്ചാൽ അത് RSSൻ്റെ അജണ്ടയാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാട് ഇവിടെയാണുള്ളത്, കേരളത്തിലാണുള്ളത്. അതിൽ കമ്മ്യൂണിസത്തെ, ആ ആശയത്തെ ക്ലീൻ ഔട്ട് ആക്കണം. കുറച്ചും കൂടി സമയം വേണം. രാജേഷ് ജി, സനാതന ധർമ്മ പാഠശാലയിലൂടെ ഇനിയും പരശതം പേർക്ക് ആധ്യാത്മിക ചൈതന്യം പകരാൻ താങ്കൾക്ക് കഴിയട്ടെ. ഈ സാധന, സമാജത്തിന് വേണ്ടിയുള്ള ഈ സാധന അഭംഗുരം തുടരട്ടെ. നന്ദി. എല്ലാ ആശംസകളും. നന്ദി സാർ. നമസ്തേ.